ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിൽ സർവത്ര ദുരൂഹത. പഹൽഗാം ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് കേരളവും. അതിന് പിന്നാലെയാണ് ഈ സംഭവം. എതിർവശത്തെ വീടിന്റെ ഗേറ്റിനോട് ചേർന്നാണ് അജ്ഞാതർ ഏറുപടക്കം പോലെ തോന്നിക്കുന്ന സ്ഫോടക വസ്തു എറിഞ്ഞത്. ശോഭയുടെ വീടാണെന്നു കരുതി എറിഞ്ഞതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. 2 തവണ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായി. ബൈക്കുകളിലെത്തിയ 4 പേരാണ് പിന്നിലെന്ന് സൂചനയുണ്ട്. ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അടക്കം നേതാക്കളും പ്രവർത്തകരും വിവരമറിഞ്ഞെത്തി. വെള്ളിയാഴ്ച രാത്രി 10:45 അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിന് സമീപമാണ് സംഭവം. അയ്യന്തോളിലെ ശോഭയുടെ വീടിന് മുന്നിൽ ഇന്നലെ രാത്രി 10:45 സംഭവം. ശോഭ അടക്കമുള്ളവർ വീട്ടിലുണ്ടായിരുന്നു. ഉഗ്രശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പടക്കമെറിഞ്ഞതാണെന്ന് വ്യക്തമായത്. നൂല് കെട്ടിയ നിലയിലുള്ള ഏറുപടക്കമാണെന്ന് കണ്ടെത്തി. ബൈക്കിലെത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏറുപടക്കമായതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തുകയെന്നതാണ് ലക്ഷ്യമെന്ന് വ്യക്തമാണ്. അതിനപ്പുറം നാശനഷ്ടം ഉണ്ടാക്കുകയെന്ന ലക്ഷ്യം അക്രമികൾക്കില്ലെന്ന് വ്യക്തം. എന്നാൽ എന്തിനെറിഞ്ഞുവെന്നതാണ് ഉയരുന്ന ചോദ്യം. എ.സി.പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി. ആക്രമണത്തിന്റെ പ്രകോപനം എന്തെന്ന് വ്യക്തമല്ല. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. പേടിപ്പിക്കലുകളിൽ വാടി വീഴുന്നവരല്ല തങ്ങളെന്നും ഭയപ്പെടുത്താനാകില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ബി.ജെ.പി. ആവശ്യപ്പെടുകയും ചെയ്തു. അതിനിടെ തൃശൂരിലെ ബി.ജെ.പി. നേതാക്കളുടെ വീടുകൾക്ക് സംരക്ഷണമൊരുക്കാൻ പോലീസ് തീരുമാനിച്ചു. അതേസമയം ഇന്നലെ ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്ന് നോക്കിയിരുന്നു. തിരക്കുള്ള റോഡാണ്. വെളിച്ചത്തോടുകൂടി വലിയ സ്ഫോടനത്തോടെയാണ് പൊട്ടിത്തെറിച്ചത്. കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ചെറിയ കാര്യമല്ല സംഭവിച്ചത്. മറ്റൊരു പ്രശ്നവും ഇവിടെയില്ല. രാഷ്ട്രീയ പാർട്ടികളുമായി സംഘർഷവുമില്ല. കാര്യമില്ലാതെയുള്ള ആക്രമണത്തെ അതിന്റെ ഗൗരവത്തിൽ കാണണമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആവശ്യം. രാത്രി 10:45 സ്ഫോടനം ഉണ്ടായതെന്നും ഉഗ്രമായ ശബ്ദത്തോടെയാണ് അത് പൊട്ടിത്തെറിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വീട് ലക്ഷ്യമാക്കി എറിഞ്ഞുവെന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം വീട് മാറി എറിയുകയായിരുന്നുവെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി എറിയാമായിരുന്നു. ഇത് വീടിന്റെ ഗേറ്റിന് കൃത്യമായി എറിയണമെന്ന് നിർബന്ധമില്ലല്ലോ എന്ന് അവർ പറഞ്ഞു. 10:43 ആ സമയത്താണ് സംഭവം. ആ സമയത്ത് ഞാൻ അടുക്കളയിലായിരുന്നു. ഓടി പുറത്തു വരുമ്പോൾ മുന്നിലെ 2 വീട്ടുകാരും പുറത്തിറങ്ങി. ഈ പരിസരത്തെല്ലാം കേൾക്കുന്ന രീതിയിൽ വലിയ ശബ്ദത്തിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. ഇത് വളരെ തിരക്കുള്ള ധാരാളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ്. കളക്ടറേറ്റിന് അടുത്താണ്. അത്രയും തിരക്കുള്ള വഴിയായതിനാൽ പല ബൈക്കുകളും കുറച്ചു മാറി കാറും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് അടുത്തുള്ള കുട്ടികളെല്ലാം പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് വന്ന് ചുറ്റുമുള്ള വീട്ടുകാരുടെ മൊഴിയെടുത്തു. അതിനുശേഷം എന്നെയും കണ്ട് സംസാരിച്ചെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു.